നിങ്ങൾ ഈ ബേസിൽ ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടല്ലേ എല്ലാവരും ഭയങ്കര തമാശയാണല്ലോ. ഒരു ദിവസത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ഞങ്ങൾ എത്ര ദിവസം 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ധ്യാനം ബേസിലും രണ്ട് ടീമാണ്. രണ്ട് ടീമാരെ അപ്പുറം ഇപ്പുറം നിർത്തും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കളിയാ. വൻ തർക്കം പരിപാടി. പരിപാടി ഞങ്ങളുടെ ഒരു എല്ലാവരും മറ്റേ പ്രൊഫൈൽ എടുത്ത് FB പ്രൊഫൈലിലേക്ക് എടുത്ത് സ്കൂൾ ഓഫ് മീഡിയ അന്നും ഇന്നും അദ്ദേഹം ഒരു പടം അനൗൺസ് ചെയ്യുമ്പം അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആട് ഫസ്റ്റിന് അന്ന് മറ്റേ ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഒട്ടിച്ചൊരു സമയമുണ്ട്. എൻ്റെ ആ ഒരു ക്യാരക്ടറിന് കുറെ പോസിറ്റീവ് ഉണ്ടായിരുന്നു, കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഒരു സീൻ ഒക്കെ ഉണ്ടായിരുന്നു. ഡ്യൂറേഷൻ വന്നപ്പോ അത് ട്രിം ചെയ്ത് പോയി. ഒന്നുമില്ല, പുള്ളി എല്ലാരും ലോലാന്ന് വിളിച്ചിട്ട് പുള്ളിക്ക് വിളി സഹിക്കാൻ വയ്യാണ്ട് പുള്ളി മറ്റേ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തു. പ്രയോറിറ്റീസ് അല്ല, നമുക്ക് ആകെ മുന്നോട്ടേക്ക് ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്ന മാർഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ചൂസ് ചെയ്യാതിരിക്കും ചിലര് അല്ലെ, സീരിയല് വേണ്ട അതിൽ പോയാൽ എന്നുള്ളൊരു അങ്ങനെ അവസ്ഥ അങ്ങനെയായിരുന്നു കുട്ടി. സോ അപ്പൊ സീരിയലിൽ അങ്ങനെ ഒരു അവരങ്ങനെ തന്നെ നോക്കാറും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. സിനിമകൾ ചെയ്ത് ക്ലിക്ക് ആവേണ്ട സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അവരെ നമുക്ക് സീരിയലിലേക്ക് എടുക്കാൻ നോക്കാം. ഹായ്, വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിശേഷങ്ങളുമായി ശ്രീറാം രാമചന്ദ്രൻ, ഹരികൃഷ്ണൻ, വെൽക്കം. താങ്ക് യു. എല്ലാ അർത്ഥത്തിലും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ടീം ഒന്നിച്ചു വരുന്ന വിനീതേട്ടൻ ഓരോ സ്റ്റേജിലും ഉണ്ടാക്കിയ ഫ്രണ്ട്സിനെ കൂട്ടി വെച്ച് വിനീത് ശ്രീനിവാസൻ അവഞ്ചേഴ്സ് എന്നാണ് ഇപ്പം. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണ് എല്ലാരും പറയണേ, അവിഞ്ചേഴ്സ് എന്നൊക്കെ. അതും ഞാൻ മറ്റേ പടത്തിൽ പറഞ്ഞില്ല, എല്ലാം അറിയുള്ളൂ, ട്രെയിലറിൽ അതും വന്നിരുന്നല്ലോ. നമുക്ക് നിങ്ങളെയൊക്കെ ഫേസ് കാണുമ്പോൾ ഇപ്പം മലർവാടി എന്നുള്ള ഒരു ഓർമ്മ പെട്ടെന്ന് വരിക, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഇന്നലെ നമ്മൾ ഒന്നിച്ചാണ് കണ്ടത്, എല്ലാവരും ഉണ്ടായിരുന്നു, ധ്യാൻ ചേട്ടൻ വിനീതേട്ടനൊക്കെ. പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസും അതുപോലെ തന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് വർഷങ്ങൾക്ക് ശേഷം? കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ടിംഗ് ആ ഷൂട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാറായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ബേസിൽ ധ്യാൻ ഇന്റർവ്യൂ കണ്ടിട്ടല്ലേ എല്ലാവരും ഭയങ്കര തമാശയാണല്ലോ. ഒരു ദിവസത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ഞങ്ങൾ എത്ര ദിവസം 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിനെക്കാട്ടും വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഷൂട്ട് തീരാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റിംഗ്. കാരണം നമ്മുടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്. ധ്യാനം ബേസിലും രണ്ട് ടീമാണ്. രണ്ട് ടീമാരെ അപ്പുറം ഇപ്പുറം നിർത്തും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കളിയാ. വൻ തർക്കം പരിപാടി. പരിപാടി. അരമണിക്കൂർ കളി, 3 മണിക്കൂർ തർക്കമാണ്. പ്രണവ് മേക്കപ്പ് ആ ഗെറ്റപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മേക്കപ്പ് ചെയ്യാനൊക്കെ പോയി. പ്രണവ് എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴും പ്രണവ് ചോദിച്ചാൽ ഇത് ഇനി കഴിഞ്ഞില്ലേ ഈ അതായിരുന്നു ശരി. അവിടെ വേണു സാറ് മറ്റേ ആ വയസ്സായ ഗെറ്റപ്പിൽ നിക്കറ് ഇട്ടുണ്ടോന്നു ഞാൻ ചോദിക്കാൻ വിചാരിച്ചു. നിങ്ങൾ ഈ ക്രിക്കറ്റ് കളി ഇപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാലോ, അപ്പൊ ആ ലുക്കിലാണോ? വിനീതേട്ടൻ അവിടെ വന്നിട്ട് ഒന്ന് പാടാ ഷൂട്ട് ചെയ്യാനായിരുന്നു സീൻ. പക്ഷെ അത് ലൈഫിൽ ഇനി അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം വിനീതേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിവിൻ, അജു, ബേസിൽ, ധ്യാൻ, അങ്ങനെ പ്രണവ്, അങ്ങനെ ഒരു എല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള ഒരു മലർവാടി മാത്രല്ല ഹൃദയം. അതായത് ഓരോ സ്റ്റേജിലും വിനീതേട്ടൻ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്ന എല്ലാരും കൂടെ വരുന്നൊരു സിനിമ എന്നുള്ള രീതി. അപ്പൊ അങ്ങനെയാണ്, ഫണ്ണാണ് മൊത്തത്തിൽ. ആ ഒരു ഭയങ്കര ഫണ്ണായിരുന്നു. നമുക്ക് ഫണ്ണിനെക്കാട്ടും കൂടുതൽ വിനീതേട്ടൻ അസിസ്റ്റന്റ് അഭയ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് പണ്ട് ലാലേട്ടൻ, ശ്രീനിവാസൻ സാറൊക്കെ ഷൂട്ട് ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് താമസിച്ചിട്ടുള്ള കുറേ കഥകളൊക്കെ. അപ്പം ആ കഥകളൊക്കെ നമ്മൾ തന്നെ അവരുടെ സിനിമകളൊക്കെ കണ്ട് വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത ജനറേഷൻ്റെ കൂടെ നമ്മളും ഇതേപോലെയൊക്കെ എന്താ പറയുക ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അല്ലേ, അതൊരു ഡ്രീം പരിപാടിയായിരുന്നു.
പക്ഷെ ഇതില് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസത്തിന്റെ അകത്ത് ഇത്രയും കാസ്റ്റിനെ ഇത്രയും അതിലിപ്പം ബിസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ റോള് ചെയ്യുന്നുണ്ടാവും, ത്രൂ ഔട്ട് വരുന്ന എല്ലാരെയും മാനേജ് ചെയ്ത് ഈ പറഞ്ഞ എല്ലാ തമാശക്കിടയിലും അതെന്താണ് ആ വിനീത് ശ്രീനിവാസൻ മാജിക് എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഷെഡ്യൂള് കറക്റ്റ് കൊണ്ടുപോകാന്നുള്ളത്? അത് തന്നെ വിനീത് ശ്രീനിവാസൻ പ്രത്യേകിച്ച് ഇപ്പൊ അതിന് ഒന്നും പറയാനൊന്നുമില്ല. കാരണം വിനീതേട്ടന്റെ ഉള്ളു പറയാൻ വിനീതേട്ടൻ ചൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ടീമാണെങ്കിലും അവർ വെരി വെൽ കോർഡിനേറ്റഡാണ്. നമുക്കവിടെ ഒരു നിമിഷം പോലും നമ്മൾ ഒരു പ്രഷറിലോ അങ്ങനെയൊന്നും ആവേണ്ട ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. കാരണം അവര് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മളെ രാവിലെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് 6 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. അവിടെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി ഷൂട്ടിംഗ് തുടങ്ങിക്കൊണ്ട് പിന്നെ നമ്മള് വെല്ലേറ്റാൻ പാടില്ലല്ലോ. അവിടെ എന്താ പറയാ, അത്രയും പ്ലാൻഡ് ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇവൻ ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ആ വീഡിയോയിൽ തന്നെ കണ്ടിട്ടില്ലേ, മധുപകരം എല്ലാവരും ബാക്കിൽ നിന്ന് പാട്ടൊക്കെ പാടി. വിനീറിന്റെ എഴുത്ത് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം മ്യൂസിക് വെച്ചിട്ടാണ് എഴുതാറുള്ളത്. ഷൂട്ടും അതുപോലെ തന്നെയായിരുന്നു. അപ്പം നിവിന്റെ സീക്വൻസ് വരുമ്പോഴത്തേക്കും അതിന് ടമാർ പടാർ സാധനം മ്യൂസിക് ഇട്ട് കൊടുക്കും. ബേസിലിന്റെ ഇത് വരുമ്പോഴത്തേക്കും അതിന് ഒരു മെലഡി, ഒരു ട്രാക്ക് മ്യൂസിക് വെച്ചിട്ട് തന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. മധുപകരൂല് ഈ പറയുന്നത് കാണുന്നുണ്ട്, ഭയങ്കര എനർജിയില് ഇപ്പുറത്ത് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിലും എല്ലാത്തിലും. അതില് പുള്ളി നിങ്ങളിപ്പോ മലർവാടി ചെയ്ത സമയത്ത് ടു ഇപ്പൊ വരെ ഇപ്പൊ അന്ന് നമുക്കറിയാമെങ്കിലും ശ്രീനിവാസന്റെ മകൻ സംവിധായകനാവുന്നു എന്നായിരുന്നല്ലോ. ഇപ്പത്തെ എല്ലാവരും വിനീതേട്ടൻ, ഞങ്ങളൊക്കെ വിനീതേട്ടനും VS എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു വിനീത് ശ്രീനിവാസന്റെ മേക്കിങ്ങില് ആ ഒരു ഡിറക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് കാലത്തും അല്ലെങ്കിൽ ത്രോട്ട് എങ്ങനെയാ വ്യത്യാസം? ഞങ്ങൾക്ക് അന്നും ഈ ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വിനീതേട്ടനോടുള്ള ഞങ്ങൾ വിനീത് ശ്രീനിവാസൻ സിനിമയാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഓഡീഷന് പോകുന്നത്. ഓർമ്മയുണ്ടോ? YMCA അല്ല, ഞങ്ങളുടെ ഒരു എല്ലാവരും മറ്റേ പ്രൊഫൈൽ എടുത്ത് FB പ്രൊഫൈലിലേക്ക് എടുത്ത് സ്കൂൾ ഓഫ് മീഡിയ അന്നും ഇന്നും ആ അദ്ദേഹം ഒരു പടം അനൗൺസ് ചെയ്യുമ്പം അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരുവിധം എല്ലാവരും. അതെ, അന്ന് ഓഡീഷൻ കാലത്ത് ഈ പറഞ്ഞ വിനീതേട്ടനും ഷാനേട്ടനും ഒരു പെയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സമയമാണ്. അപ്പൊ അവരൊരു പടം അനൗൺസ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അന്ന് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ പടത്തിനോടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. നമ്മളെല്ലാവരും അവിടുന്ന് മീറ്റ് ചെയ്ത് അവിടുന്ന് ഇപ്പോഴും മലർവാടി ഗ്യാങ് ഇപ്പോഴും ഞാൻ നിവിന്റെ ഫോണിൽ എന്റെ പഴയ നമ്പറായിരുന്നു നിവിന്റെ കയ്യിലുണ്ടായിരുന്നത്. നിവിന്റെ ഫോണില് ഫോൺ നമ്പർ അതില് എന്റെ പുതിയ നമ്പർ നോക്കിയപ്പോ നിവിൻ പഴയ നമ്പറിൽ ശ്രീറാം മലർവാടി എന്നാണ് ഇരിക്കുന്നത്. നമ്മളുടെ പഴയ ഫ്രണ്ട്സിന്റെ പല ആൾക്കാരുടെയും പേര് നമ്മള് മലർവാടി എന്നുള്ള ഒരു ഇതിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആലോചിച്ചപ്പോ പറയാ ആ ഒരു പടത്തിനെ എത്രമാത്രം നമ്മള് ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള രീതി ഇവോൾവ് ചെയ്തു. ഇപ്പൊ ഡയറക്ഷനിലുള്ള വ്യത്യാസം ഇപ്പൊ ഞാൻ പറയുന്നത് വിനീതേട്ടനോട് പണ്ട് അസിസ്റ്റൻസ് ആയി വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് മലയാളത്തിലെ വലിയ വലിയ ഡയറക്ടേഴ്സാണ്. ജൂഡാണെങ്കിലും എല്ലാവരും. അപ്പം ആ വ്യത്യാസം ഓരോ പടത്തിനും എന്താ പറയാ, ഒരു ഇപ്പൊ ഈ പറയുന്ന 40 days കൊണ്ട് പടം തീർക്കാന്നൊക്കെ പറയുന്നത് ആ ഒരു ടീമിന്റെ എന്താണ്, പ്രൊഡ്യൂസർ അത്രയും എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ട് അവിടെ കാശ് ചെലവാക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഡയറക്ഷൻ വൈസ് ഇപ്പൊ നമ്മളോട് എല്ലാവരോടും പണ്ടത്തെ അതേപോലെ തന്നെ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വിനീതമായി തന്നെയാണ്. ഇതില് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ആ ഒരു കോമഡി ടൈമിങ് ഭയങ്കര രസമായി വന്നിട്ടുണ്ട്. ലോലൻ 2 ലുക്കിൽ വന്നപ്പോഴും അതുപോലെ ഇപ്പം ശ്രീരാമേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും വൈറലായത് കാവ്യ ജീവ, അതിന് മറ്റേ അല്ലു അർജുന്റെ സോങ് ഒക്കെ ഇട്ട ഒരു സാധനമൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ടൈമിങ് നിങ്ങളുടെ അതിനു മുമ്പ് ഫഹദിന്റെ വില്ലനായിരുന്നു. അല്ല, കോമഡി ടൈമിൽ പക്ഷെ ഭയങ്കര ഇതില് മറ്റേ മുട്ട ഓംലെറ്റ് അടിക്കുന്ന സമയത്തുള്ളതും അങ്ങനെ കുറെ സാധനങ്ങൾ ഈ മലർവാടിന്റെ നിങ്ങൾക്ക് വന്നതാണോ, അല്ലെങ്കിൽ കോമഡി എന്നുള്ളതിൽ ഒരു ഹോൾഡ് ഉണ്ടായത്? അവസ്ഥ വെച്ചിട്ട് കോമഡി ആവുന്ന അല്ല, അത്
ഈ പറയുന്ന കോമഡി ആയി പോയതാന്നൊക്കെ. അല്ല നമ്മളൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഈ സംസാരിക്കുന്നതിലും എല്ലാത്തിലും ഒരു കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അത് കോമിക് വേർഷനിലേക്ക് എത്തും. അത്രയും ട്രോളുന്നതെല്ലാം നമ്മുടെ ഈ ഗ്യാങ്ങിന്റെ ഇടയിൽ സ്ഥിരമുള്ളതാ. സിജു, മലർവാടിയിൽ ഉണ്ടായിരുന്ന ഗോപൻ, നന്ദൻ, ദീപക്, നമ്മൾ രണ്ടുപേരും, മുരളി, ഇവരെല്ലാരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവിടെ എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഗ്രൂപ്പ് ആയിരിക്കും. അതിൽ അജുചേട്ടനെയാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ഭയങ്കര സീരിയസ് ആയി പോയി. ഭയങ്കര സീരിയസ് അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ അജുവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും. ഞാനും ഭഗത്തുണ്ടായിരുന്നു, ഞാൻ ഭഗത്തിനടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇമ്പ്രൂവ് ചെയ്ത് ഒരു പക്കാ ഒരു പ്രൊഫഷണൽ നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആ ഒരു ലെവലിലെത്തി. എനിക്ക് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ എല്ലാവർക്കും അജയേട്ടനെ മിസ് ചെയ്തു, ആ കോമഡി മിസ് ചെയ്തു. ഇന്നലത്തെ ഇപ്പം യേശുദാസും ജയനും രണ്ടും അത് രണ്ടിലും ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ ആ പഴയ മാനേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സെറ്റിലൊക്കെ പുള്ളി മാറിപ്പോയോ അതോ പഴയ ആള് തന്നെയാണ്? പഴയ പോലെ തന്നെ സെറ്റില് പറഞ്ഞ സെറ്റിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ ആദ്യത്തെ ദിവസം മാത്രം ഞാൻ കാരവൻ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾ എല്ലാവരും പുറത്തു തന്നെയായിരുന്നു. കാരവൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഫുൾ ലൊക്കേഷനിൽ. ഏറ്റവും ലാസ്റ്റ് ഡേ ലൊക്കേഷൻ ക്യാമ്പ് ഫയർ ഒരു ബാക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്ന് പാടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലേ. അതൊക്കെ മൊമെന്റ്സ് ആണ്. ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ളത് നിങ്ങളെ പ്രസന്റിലാണ്, ഇവര് ഏജ് ആണെങ്കിലും. മൂന്നാർ ഹൈ റേഞ്ച് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു പഴയ ബ്രിട്ടീഷുകാർ പണിത ഒരു ബംഗ്ലാവ് ഇതാണ്. അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്. എല്ലാവരും അവിടെ തന്നെ താമസിച്ചോണ്ടിരുന്നത്. ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലം അതെന്ന് വെച്ചാൽ കുറെ വലിയ വലിയ ആൾക്കാർ അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് താമസിക്കുന്ന, അവരൊക്കെ ഫോട്ടോ അവിടെ വെച്ചതും. നിവിൻ ചേട്ടന്റെ ക്യാരക്ടർ എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. നിതിൻ മോളിയുടെ ക്യാരക്ടർ ഇതേപോലെ കുറച്ച് ഡബിങ് മദ്രാസിലാ ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ ആരും അങ്ങനെ റിവീൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ആ ക്യാരക്ടറിൽ ഇത്രയും സർപ്രൈസ് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ്, ഇന്നലെയാണോ മനസ്സിലായത്? ഞാൻ കൈയടിയായിരുന്നു. ഞാനത് ഭയങ്കര പേഴ്സണലായി എടുക്കുകയും ചെയ്തു. അല്ല നമ്മള് ഓൾമോസ്റ്റ് നിവിന്റെ ഒരു ബാങ്ക് സാധനങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് കുറെയൊക്കെ നമുക്ക് അറിയാറുത്, പിന്നെ ഇതിൽ കാണുമ്പോഴാണല്ലോ നമുക്ക് ആ ഇമ്പാക്ട് ശരിക്കും കിട്ടുന്നത്. പുള്ളിയുടെ ആ പഴയതൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആക്ഷൻ ഡ്രാമ സമയത്തൊക്കെ ഉള്ള ഒരു മാനറിസംസും ഒക്കെ കിട്ടിയിട്ടുള്ള പോലെയാണ്. അതുപോലെ ഇവരുടെ ഈ ലുക്കിലെ ഇപ്പൊ ധ്യാനായാലും പ്രണവായാലും ഇവരുടെ ലുക്കിലാണല്ലോ നിങ്ങൾ മറ്റേ പ്രായമായ റെസ്പെക്ട് ഉള്ള വേണു സാറിനോടും മുരളി സാറിനോടാണല്ലോ സംസാരിക്കുന്നത്. ആ ലുക്കില് ഞാൻ അവിടെ ആ ലുക്കിൽ ആദ്യമായിട്ട് വന്നപ്പം വിനീതേട്ടന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കണ്ടു. കാരണം വിനീതേട്ടന് ശ്രീനിവാസൻ സാറിന്റെ ഓർമ്മ എനിക്ക് ശരിക്ക് ധ്യാന ലുക്കിൽ വന്നപ്പം എനിക്ക് വിനീതേട്ടനായിരുന്നു ശ്രീനിവാസൻ സാറായിട്ട് കുറെ ഇത് തോന്നിയത്. ധ്യാൻ ഈ ലുക്കിൽ വന്നതും വിനീതേട്ടനൊന്നും അല്ല എന്നുള്ളൊരിതായി. കറക്റ്റ് ധ്യാൻ ശ്രീനിവാസൻ സാറിന്റെ അതേ ഒരു ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോ അവരെന്തെങ്കിലും ജസ്റ്റേഴ്സ് പിടിക്കാൻ നോക്കിയിരുന്നു. ഇപ്പൊ ലാലേട്ടൻ വയസ്സായി ചെയ്ത കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ അവരെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. കുമ്പളം മുളയ്ക്കുന്നത് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ ഡയലോഗിൽ ചിലതിലൊക്കെ കേൾക്കുന്ന പോലെ ഏജ്ഡ് ആകുമ്പോഴുള്ള ഒരു പരിപാടി എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല ഞാൻ ചോദിക്കാൻ വന്നത്, നിങ്ങൾക്ക് ഇത് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോ, കാരണം ധ്യാൻ ചേട്ടനാണല്ലോ ആള്, പ്രണവ് ഓക്കെ ക്യാരക്ടർ പിടിച്ചിട്ട് സമയത്ത് ഭയങ്കര സീരിയസ് ആണ്. ഈ ഇന്റർവ്യൂവിലുള്ള ധ്യാനല്ല, ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആള് ക്യാരക്ടർ പിടിച്ച് ആള് ആക്ടിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അത് ഇന്നലെ കണ്ടു. പെർഫോമൻസ് വൈസ് അത് എല്ലാരും കണ്ടതാ. ബാക്കി ഇന്റർവ്യൂവിന്റെ സമയത്ത് ആള് അവിടെ ഇന്റർവ്യൂലൊക്കെ പറയും ഞാൻ ഒന്നും നോക്കാറില്ല, പ്രിപ്പയർ ചെയ്യാറില്ല എന്നൊക്കെ പറയും. പക്ഷെ മറ്റേ പഠിപ്പി ലൈനാണ്. ഇവര് രണ്ടുപേരും കൂടെ വരിക എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവര് തന്നെ പറയാ, എല്ലാവരും പറയാറുണ്ട്, ഇവര് തമ്മിൽ പറയാനുള്ള ഇന്റർവ്യൂലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സെറ്റ് ഓഫ് പടങ്ങൾ വരുന്നത്. ഇത് ഒന്നിച്ച് ഇവര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, കാറിലുള്ള സീനുകളായാലും ഡ്രൈവറായിട്ട് വരുന്നതൊക്കെ ആയാലും. അതിൽ നിങ്ങളുടെ ഒരു കൗതുകം എന്താ? കാരണം കുഞ്ഞിരാമായണത്തിലൊക്കെ ആക്ടർ മാത്രമാണല്ലോ ഇത്. നമുക്കൊരു എന്താ പറയാ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഈ രണ്ട് ആൾക്കാർ, ടാലന്റഡ് ആൾക്കാർ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു. അതൊരു പിന്നെ ശ്രീനിവാസൻ സാറിനോടുള്ള ഇഷ്ടം
നമുക്ക് ഒരു തന്നെയല്ലേ ഒരു ട്രീറ്റ് ടു വാച്ച്. ഈ രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ കാണാൻ. പിന്നെ ലൊക്കേഷനിലാണെങ്കിൽ 3 ഡയറക്ടേഴ്സ് അല്ലേ, അതായത് എന്ന് വെച്ചാൽ അവര് ഡയറക്ടേഴ്സ് ആയിട്ട് ഇതാക്കല്ല, ഡയറക്ടർ വൈസ് 3 ബേസിൽ, ധ്യാൻ, വിനീതേട്ടൻ. അപ്പം അവിടെ ഭയങ്കര ഹെൽത്തി ഒരു കോൺവെർസേഷൻസ് അല്ലേ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഒരാൾക്ക് നേരത്തെ അറിയാം ഈ സ്ഥലത്ത് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇത്രയും ടൈമിൽ അവിടെ തീർക്കണമെന്ന് നോളേജുള്ള ആൾക്കാരാണ് അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് കൂടെ പറയേണ്ട വിശാഖിന്റെ പേര് എന്തായാലും പറയണം. ഈ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ എല്ലാം സഹിച്ചിരിക്കുകയാണെങ്കിലും അല്ലേ, വെരി വെൽ കോർഡിനേറ്റഡ്. വിശാഖിന്റെ ടീമാണെങ്കിലും അതെ, ജയറാം, ബാക്കിയുള്ള എല്ലാവരും. അപ്പം അത്രയും പ്ലാൻഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഡിലേ എന്തിലൊക്കെ വരാം. പുള്ളിയുടെ ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി തന്നെയാണ്. പുള്ളിയായിരുന്നു അമ്പയർ അല്ലേ, പ്രൊഡ്യൂസർ, ക്രിക്കറ്റ് ഇവർ അടി കൂടുമ്പം ആക്ച്വലി പ്രൊഡ്യൂസർ ഒരു 3 മണിക്കൂർ ആ തർക്കവും കാര്യങ്ങളും സമ്മതിക്കോ? ഒരു ജനറൽ ആളാണെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്ത് പാക്കപ്പ് ചെയ്ത് പോവാ വേണമെങ്കിൽ. അതൊന്നല്ല, ഇരുന്നിട്ട് രണ്ടുപേരോടും തർക്കിച്ചോണ്ടിരിക്കുക കോംപ്രമൈസിന് വേണ്ടിട്ട്. ഇതില് നിങ്ങൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനീതായിട്ട് ഏതോ ഇന്റർവ്യൂല് പറഞ്ഞു എന്റെ ഒരു സമാധാനം മിഥുനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ചെയ്യാത്തപ്പോഴും സിനിമകൾ ചെയ്ത് നിങ്ങൾക്കൊക്കെ അവസരം. ഈ MMT ഗ്രൂപ്പിലേക്ക് വരുന്നത് എങ്ങനെയാ? MMT ഞാൻ വരണത് ശരിക്കും പറഞ്ഞ ഓം ശാന്തി വശാണ്. ഓം ശാന്തിയുടെ കോറൈറ്റർ ആയിരുന്നു മിഥുൻ. അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അന്ന് ആട് ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സാധനമാണ് അത്. ബിഗ് ക്യാൻവാസിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ MMT പറഞ്ഞത്, യൂണിവേഴ്സിലേക്ക് പറഞ്ഞത്. ഇപ്പം MMTയുടെ പുതിയ ഇതില് സ്പീച്ച് തെറാപ്പിസ്റ്റ് അതിനിപ്പം അണലിയില് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിലുണ്ട്. ഇതില് മറ്റേ ഓസ്ലറിലെ നവീൻ ഗർഭത്തില് മരിച്ചു വന്നു മരിച്ചതൊക്കെ ഒന്നിച്ചായിരുന്നു. ഇതേപോലെ മിഥുനും ഒരു സ്ട്രോങ് ടീമുണ്ട്. അത് ഞാൻ സൈക്കോളജിക്കലി മിഥുനെ അപ്രോച്ച് ചെയ്യണം. ഞാൻ അഭിനയിച്ച അളിയന്റെ പടങ്ങളെല്ലാം വൻ ഹിറ്റാണ്. ആട് 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ അതിനെ പറ്റി വല്ലതും ഒന്നും എഴുതാനുള്ളൂ. ലോലനെ പ്രതീക്ഷിക്കാം. ലോലന്റെ ഫസ്റ്റ് പാർട്ടില് നമ്മൾ കണ്ട ലോലൻ ആ പേരിന് ചേർന്ന ഒരു ലുക്ക് അല്ലേ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വന്നപ്പം താടിയൊക്കെ വെച്ച് ഇതുപോലെ അന്ന് കൊറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ആട് ഫസ്റ്റിന് അന്ന് മറ്റേ ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറി ഒട്ടിച്ചൊരു സമയമുണ്ട്. അപ്പൊ അന്ന് ഈ എന്റെ ആ ഒരു ക്യാരക്ടറിന് കുറെ പോസിറ്റീവ് ഉണ്ടായിരുന്നു, കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളൊരു ഇത് മിഥുൻ തന്നെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു ആ സംഭവം, ഇവനെങ്ങനെ മാറിയേ എന്നുള്ള സാധനം ജസ്റ്റ് ഒരു സീൻ ഒക്കെ ഉണ്ടായിരുന്നു. ഡ്യൂറേഷൻ വന്നു കഴിഞ്ഞപ്പോ അത് ട്രിം ചെയ്ത് പോയി. ഒന്നുമില്ല, പുള്ളി എല്ലാരും ലോല ലോലാന്ന് വിളിച്ചിട്ട് പുള്ളിക്ക് വിളി സഹിക്കാൻ വയ്യാണ്ട് പുള്ളി മറ്റേ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണു അങ്ങനെ. പക്ഷെ ലുക്ക് മാത്രല്ല അല്ലേ, ഒരു പുള്ളിയുടെ എക്സ്പ്രഷൻസിലൊക്കെ ഒരു ചേഞ്ച് വരുത്തി. ഞാൻ മാക്സിമം അതിന്റെ ഇടയ്ക്കൊക്കെ പഴയ ലോലിനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നേ ചോദിക്കായിരുന്നു മറ്റേ മരുത്വാമലയും സീനേജി വിളിച്ചു വരുന്ന പാഞ്ചാലി. അത് ഈ പറഞ്ഞ സെറ്റ് അത് ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡ്യൂറേഷന്റെ ഇഷ്യൂ വന്നിട്ട് ആ സീൻ ഒഴിവാക്കാം എന്ന് പറഞ്ഞിരുന്ന സീനാണ്. പക്ഷെ അത് എന്തോ ആഡ് ചെയ്തു, ഭയങ്കര വർക്ക്ഔട്ട് ആയി പോയി ആ സീക്വൻസ്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമാധാനത്തിനൊക്കെ എടുത്ത് കാണുന്ന സീനേച്ചി വിളിച്ചിട്ട് വന്നത് ആ കോസ്റ്റ്യൂമിൽ താടി. ആദ്യത്തെ ഡയലോഗ് വേറെ ആയിരുന്നു. നമ്മൾ എഴുതി വെച്ചിരുന്ന ഇതെന്ത് പറയും, ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്, സീതയും പാഞ്ചാലി. ഇത് ഇതാരടിക്കും, ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. പിന്നെ അത് മാറ്റി രാമായണത്തിൽ ഭഗത്തേട്ടന്റെ മരുത്വാമലയും ധർമ്മജന്റെ അത് അവിടെ നിങ്ങളുടെ ഒരു മിഥുൻ മാനുവൽ തോമസ് യൂണിവേഴ്സിലെ ഷൂട്ടിംഗ് എങ്ങനെയാ ഈ പറഞ്ഞ പോലെ? അത് ഈ പറഞ്ഞ പോലെ എല്ലാം കോമഡിയുടെ രാജാക്കന്മാര് പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു അവിടെ. എന്റെ ഫേവറേറ്റ് ശരിക്ക് ആട് 2-നേക്കാളും ആട് ഫസ്റ്റ് ആണ്. കൊറേ മൈന്യൂട്ട് സാധനങ്ങളും കൊറേ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പം
ഒരു ഓപ്ഷൻ തരാൻ പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു 10 ഓപ്ഷൻ വീഴും. അതിൽ നിന്ന് പിന്നെ കൺഫ്യൂഷൻ ഏത് എടുക്കണം എന്നുള്ളത്. സജി ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒന്നും സ്വന്തമായി ചെയ്യില്ല, എല്ലാരും എടുത്തും പോയിട്ട് ഞാൻ ഓരോന്ന് ചോദിക്കും, അതിലേതൊക്കെ ഒന്ന് എടുക്കും എന്നിങ്ങനെ തമാശ. എല്ലാരും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും, അതിന്ന് വേണ്ട. അപ്പൊ ചിലത് പറയുന്നത് അത് വേണ്ട, ചളിയാ വേണ്ടെന്ന് പറയും. ഈ യൂണിവേഴ്സിലേക്ക് ജോയിൻ ചെയ്തപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവര് കോമിക് ആ ഒരു വേർഷൻ ആണെങ്കിൽ ഞാൻ കുറച്ച് സീരിയസ് MMT യൂണിവേഴ്സിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പൊ മിഥുൻ, ഞാൻ പറഞ്ഞ മിഥുൻ ഇപ്പൊ ഭയങ്കര നല്ലൊരു ടീമുണ്ട്. എല്ലാവരും നമ്മളെ ആർട്ടിസ്റ്റിനെ വളരെ ആ ഒരു കറക്റ്റ് ഒരു എല്ലാ ട്രീറ്റ്മെന്റും ആർട്ടിസ്റ്റിന് വേണ്ട ഒരു ക്യാരക്ടറിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടീം തന്നെയാണ്. ഇതിലിപ്പോ രണ്ടിനും ഹൈപ്പ് ഉണ്ടായിരുന്നു. വിനീതേട്ടൻ തന്നെ ഹൈപ്പ് വേണ്ട എന്ന് ചോദിച്ചു ഇന്റർവ്യൂ കൊടുത്തതേ പിന്നെ ഓർമ്മയുള്ളൂ. മൊത്തത്തിൽ മാറി. മിഥുന്റെ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ MMT ഒക്കെ വന്നതിന്റെ ശേഷമുള്ള ഒരു ഹൈപ്പും പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് വന്ന പോലും വരുന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് ഇവര് വർക്ക് ചെയ്യുന്നതിൽ ഇവർക്ക് ഈ ഒരു പ്രഷർ ഉള്ളതായിട്ട് തോന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. വർക്ക് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കൂളാണ്. അവര് ഈ MMTന്നോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് വർക്ക് ചെയ്യുന്ന നിൽക്കുന്ന ആൾക്കാരല്ല. വിനീതനും അതെ, അതൊന്നര കൂളാണ്. നമ്മള് പണ്ടിങ്ങനെ ഏഞ്ചൽ, മഹാത്മാഗാന്ധി അങ്ങനെ കുറെ പേരുകൾ ഉണ്ടായിരുന്നു. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം. പുള്ളിയുടെ ആ ഒരു മുഖം മാറുന്ന അവസ്ഥ ഉണ്ടോ ഷൂട്ടില്? എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മലർവാടിയിൽ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അന്നൊരു വേറൊരു വിനീതനെ കണ്ടു. പക്ഷെ അത് ശരിക്കും ആ സോങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ക്ലൈമാക്സ് സോങ് എടുക്കുമ്പോഴാണ് പ്രതീക്ഷിച്ച വിനീതന്റെ ഉള്ളിലൊരു സിനിമ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാരും ഈ തമാശ കളിച്ചിട്ട് അതൊരു കൂളാണല്ലോ, ഈസി ആയിട്ട് ജോളി അടിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആള് കയ്യിൽ പോയിട്ട് ഫുൾ ഫയർ ചെയ്ത് സോങ് പിന്നെ പടപടാന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മ എന്നോടായിരിക്കും ഏറ്റവും ചൂടായിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. അങ്ങനെ ചൂടാകാറില്ല, ഇത് നമ്മള് വായിട്ട് കയറി കുത്തിയിട്ട് ചൂടാകാറ്. അജേട്ടന്റെ ഇന്റർവ്യൂ ഇപ്പൊ ഞാൻ കുറച്ച് മണിക്കൂർ മുമ്പ് ഏഷ്യാനെറ്റിലെ അളക്കുന്നത്തെ മാം പോയിട്ടുള്ള ഇന്റർവ്യൂല് പുള്ളി പറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം പറയുന്ന കൂട്ടത്തില് ഞാനിപ്പോ പടം മാത്രമേ നോക്കാറുള്ളൂ എന്ന് പുള്ളി തമാശക്ക് പറയുന്നുണ്ട്. അതാ പ്രയോറിറ്റി, ഇത്രയും നാള് ട്രൈ ചെയ്തു, പല ഇതിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ഇത്രയും 14-ാമത്തെ വർഷമാണല്ലോ, ഇത്രയും കാലത്ത് എങ്ങനെ അതിന്റെ പ്രയോറിറ്റീസ് മാറി? കാരണം സീരിയലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൽബങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, സിനിമ മാത്രം എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാ പ്രയോറിറ്റീസ് മാറി? പ്രയോറിറ്റീസ് അല്ല, നമുക്ക് ആകെ മുന്നോട്ടേക്ക് ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്ന മാർഗം മാത്രമേ ഉള്ളൂ. സീരിയലാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഇങ്ങനെ ഈ ഇന്റർവ്യൂ ആണെങ്കിലും ഒരു ആക്ഷന്റെയും കട്ടിന്റെയും ഇടയിലാണ് വരുന്നത്. ആ കാര്യം നമ്മൾ പാഷനേറ്റായി ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൽ സന്തോഷിക്കുക, എന്ത് കാര്യം ചെയ്യുക. ഇപ്പൊ സിനിമ കിട്ടിയില്ല, സീരിയലില് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യേണ്ടി വന്നല്ലോ എന്ന് മാത്രമല്ല കണ്ടത്, സീരിയൽ അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് അതിന്റെ സീരിയൽ അന്ന് ക്ലിക്കായത്. അതിനോട് 100% ഏതാണെങ്കിൽ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി ചെയ്യും. അത് അത്രേ ഉള്ളൂ. കാവ്യ ജീവ ഭയങ്കര ആൾക്കാരെ സ്വീകരിച്ച ഇപ്പോഴും ആൾക്കാർക്ക് ഞാൻ ആ സീരിയൽ കണ്ടിട്ടേ ഇല്ല, പക്ഷെ എനിക്ക് ഇത് പേരറിയാത്ത അവസ്ഥ. കാരണം എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. അല്ല, ഈ കാവ്യ ജീവ നമുക്ക് എല്ലാ കാലത്തും അറിയാം, കാരണം സീരിയൽ കാണണ്ട, അല്ലാതെ തന്നെ അറിയാം. അതെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത് ഇവൻ തന്നെ വിചാരിച്ചു ശ്രീറാമിന്റെ സീരിയൽ തുടക്കകാലത്തൊക്കെ, പിന്നെ ഇത് ഷോർട്സും തുടക്കം മുതലുള്ള ആ ഫാൻ എന്ന് പറയുന്ന പിള്ളേരും എല്ലാവരും ഇപ്പോഴും എന്താ പറയാ, സീരിയൽ കഴിഞ്ഞിട്ട് 4 വർഷം ആവാറായി, ഇപ്പോഴും അവർക്ക് ആ ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചൂസ് ചെയ്യാതിരിക്കും ചിലര് അല്ലെ, സീരിയല് വേണ്ട അതിൽ പോയാൽ എന്നുള്ളൊരു അങ്ങനെ അവസ്ഥ അങ്ങനെയായിരുന്നു കുട്ടി. ഒരു ഓപ്പൺലി സ്പീക്കിംഗ് നമ്മള് അങ്ങനെയൊക്കെ സാഹചര്യം സിനിമകൾ കുറയുമ്പം സ്വാഭാവിക സീരിയലിൽ അങ്ങനെ ഒരു അവരങ്ങനെ തന്നെ നോക്കാറും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സിനിമകൾ ചെയ്ത് ക്ലിക്ക് ആവേണ്ട സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഓക്കെ അവരെ നമുക്ക് സീരിയലിലേക്ക് എടുക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ സീരിയൽ എടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ആൽബംസും കുറച്ച് നന്നായിട്ട് വർക്കായി. ഞാൻ സിനിമയിൽ ട്രൈ ചെയ്യുന്നു, പക്ഷെ സിനിമകൾ കിട്ടാതാകുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് മാർഗം ഇതേ ഉള്ളൂ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സീരിയൽ, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, സീരിയൽ ട്രൈ ചെയ്യാം. സീരിയൽ എടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഹോൾ കാഴ്ചപ്പാട് മാറിയത്. ഈ ഹൈപ്പോടെ നിങ്ങൾ വരുന്നത് ഇത് പറഞ്ഞ പോലെ മലർവാടി വിനീത് ശ്രീനിവാസൻ ലോഞ്ച് ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പൊസിഷനിൽ നമ്മൾ എത്തുവാണ്. ഒരു ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അവിടെ നിന്നുള്ളൊരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ട് ഇത്രയും വർഷത്തിന്റെ അകത്ത്. സോഷ്യൽ മീഡിയ എത്രയും സജീവമല്ലാത്ത നിങ്ങൾക്ക് നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ പറ്റാത്ത ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നല്ലോ, ഒരു 11-12 ആ കാലത്തൊക്കെ. ആ സമയം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോയത്? അല്ല, എനിക്ക് തോന്നുന്നു സ്ട്രഗിളായിട്ടത് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ട്രാവലാണ്. അതിനെ സ്ട്രഗിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കോഴിക്കോടാണ് എൻ്റെ വീട്. കോഴിക്കോട് നിന്ന് ആ കാലത്തൊക്കെ എറണാകുളത്ത് ഞാൻ സ്റ്റേ ചെയ്യാണ്ട് കോഴിക്കോട് നിന്ന് എനിക്ക് ബസ് പിടിച്ച് എറണാകുളത്ത് ഒരു ഓഡീഷന്. അപ്പം എറണാകുളത്ത് സിജു, ഗോപൻ, നന്ദൻ എല്ലാവരും ഓഡീഷന് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എല്ലാവരും ഇന്റർവ്യൂ പോലെ തന്നെ ഓഡീഷനെ കണ്ടിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഓഡീഷന് പോകും. അതൊക്കെ ഞങ്ങൾ ഇല്ലേ, നമുക്കൊക്കെ അതൊക്കെ മെമ്മറീസ്, ഒരു ചെറിഷ് ചെയ്യുന്ന മെമ്മറീസാണ്. അങ്ങനെ നടന്നു. അത്രയ്ക്ക് ആഗ്രഹങ്ങളാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം നമുക്കതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.